നമസ്കാരം. താമരശ്ശേരി ചുരത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഒരു യാത്രാനുഭവം പറയാനാണ് ഇന്നത്തെ താമരശ്ശേരി ചുരം ഈ എപ്പിസോഡ് ഇവിടെ തയ്യാറാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച ഒരു മഴ ദിവസം നാഗർകോവിലിനടുത്തുള്ള കുമാരകോവിൽ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് പോയി മടങ്ങുമ്പോൾ അവിടെ മറ്റൊരു അമ്പലമുണ്ട്, മേലാങ്കോട് എന്ന് പറഞ്ഞിട്ടൊരു അമ്പലം. ആ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് നോക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ട പോലെ ഉള്ള കോട്ട മതിലുകൾ ആ വഴിയുടെ വശങ്ങളിൽ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു അത് പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഏതെങ്കിലും ഒരു എക്സ്റ്റൻഷനോ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ഞാൻ ഉടനെ തന്നെ കാറ് സൈഡിലോട്ട് നിർത്തി. അടുത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു കോട്ട മതിൽ കാണുന്നുണ്ട്, ഇതെന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, അത് പുലിയൂർക്കുറിച്ചിയിലെ ദിലനോയ് കോട്ടയാണെന്നോ. എനിക്ക് പെട്ടെന്ന് കേട്ടിട്ട് മനസ്സിലായില്ല, ഇതെന്താണ് ഈ പറയുന്നത് ദിലനോയ് കോട്ട എന്ന്. ഞാൻ രണ്ടാമത് ചോദിച്ചു, എന്താ ദിലനോയോ? അത് ഈ ഒരു ഡച്ച് നാവിക കമാൻഡറായ ഡി ലെനോയ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുലിയൂർക്കുറിച്ചി എന്ന് പറയുന്ന ഉള്ള ഒരു സ്ഥലത്തിലുള്ള ഒരു കോട്ടയാണ്. ഇത് ഉദയഗിരി കോട്ട എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ അല്പം മുമ്പോട്ട് പോയപ്പോൾ അതിൻ്റെ ഒരു നീല ബോർഡും കണ്ടു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഉദയഗിരി കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിച്ചിരിക്കുകയാണ്. അപ്പം തമിഴ്നാട് സർക്കാരാണ് അത് നോക്കുന്നത്. അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിലൊരു രസം തോന്നി. ഞാൻ ആ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഒരു കാര്യം തീരുമാനിച്ചു, ഉദയഗിരി കോട്ടയിലേക്കൊന്ന് പോകണം. പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് വായിക്കണം എന്ന് തോന്നി. എന്താണ് ഈ ഉദയഗിരി കോട്ട? തിരുവിതാംകൂർ ചരിത്രത്തിൽ അല്പം താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ അല്പം തിരുവിതാംകൂർ ചരിത്രം ഇൻ്റർനെറ്റിലും, അതുപോലെ തന്നെ തിരുവിതാംകൂർ ചരിത്രം എന്ന് പറയുന്ന ശങ്കുണ്ണി മേനോൻ എന്ന് പറയുന്ന മഹാൻ എഴുതിയ ഒരു പുസ്തകവും, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ നിന്ന് എനിക്കൊരു വളരെ നല്ല ഒരു ചരിത്ര ഒരു പേപ്പർ കിട്ടി. അത് ഇവിടെ മാർത്താണ്ഡത്തിലുള്ള നേശമണി ക്രിസ്ത്യൻ കോളേജ് എന്ന് പറയുന്ന ആ കോളേജിലെ ഒരു ചരിത്ര അധ്യാപകൻ എഴുതിയൊരു പേപ്പറാണ്. അത് വന്നിട്ട് അതിൻ്റെ ഞാൻ പേര് പറയാം, ഡോക്ടർ സി ഗോഡ്വിൻ സാം. അദ്ദേഹം 2018 ഏപ്രിലിന് ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് റിസർച്ച് ആൻഡ് അനലിറ്റിക്കൽ റിവ്യൂവിൽ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് ഉദയഗിരി ഫോർട്ട് ഇൻ സൗത്ത് ട്രാവൻകൂർ. അപ്പോൾ ഉദയഗിരി കോട്ടയുടെ ചരിത്ര പ്രാധാന്യത്തിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്ന ഒരു പേപ്പറാണ്. നിങ്ങൾ ഇതിൽ കൂടുതൽ താല്പര്യം തോന്നുകയാണെങ്കിൽ ആ പേപ്പർ വായിക്കുക. ഈ പേപ്പർ വായിച്ചിട്ടാണ് എനിക്ക് കൂടുതൽ താല്പര്യം തോന്നി ഞാൻ ഈ കോട്ടയിലെത്തുന്നത്. ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ കോട്ടയുടെ ചരിത്രം പോകുന്നത് വളരെ പുറകിൽ നമ്മുടെ ഈ 1008 AD ഒക്കെ മുതലാണ് ഇതിൻ്റെ ചരിത്രം തുടങ്ങുന്നത്. അതിന് മുമ്പ് ചേര സാമ്രാജ്യത്തിലെ ഒരു മിലിറ്ററി പരിശീലന ഗ്രൗണ്ടും ഒരു ചെറിയ കോട്ടയൊക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാസ്കര രവിവർമ്മൻ I അദ്ദേഹം അന്നത്തെ അവിടുത്തെ ചോള അംബാസഡറിനെ തടവിലാക്കുകയും ഈ കോട്ടയിൽ കൊണ്ട് പാർപ്പിക്കുകയും ചെയ്തു. ഇതിൽ കലിപൂണ്ട രാജരാജ ചോളൻ 18 കാടുകൾ താണ്ടി വന്ന് ഈ കോട്ട ആക്രമിക്കുകയും അവിടെ കത്തിക്കുകയുമാണ് ഉണ്ടായത്. അതോടെ ആദ്യത്തെ ആ കോട്ട അവിടെ നശിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ കോട്ടയ്ക്ക് ഒരു പുനർജന്മം ഉണ്ടാവുകയാണ് 1600 കാലഘട്ടങ്ങളിൽ. ശരിക്കും പറഞ്ഞാൽ 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇത് അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വീരരവിവർമ്മൻ എന്ന് പറയുന്ന രാജാവ് നാട്ടുകാരുടെ സഹായത്തോടെ ഒരു കളിമണ്ണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കോട്ടയാക്കി അതിനെ പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. ഈ കോട്ട അങ്ങനെ മാർത്താണ്ഡവർമ്മയുടെ ശ്രദ്ധയിൽ 18-ാം നൂറ്റാണ്ടിൽ വരികയും അങ്ങനെ 1740കളിൽ ഇത് വളരെ ശക്തമായിട്ട് കല്ലുകൊണ്ട്, ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ കൊണ്ട് ഒരു പരമ്പരാഗത രീതിയിലുള്ള ഒരു മിലിറ്ററി കോട്ടയാക്കി മാർത്താണ്ഡവർമ്മ ഇത് നിർമ്മിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് അല്പം ഒരു വേറൊരു ചരിത്രം കൂടെയുണ്ട്. നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ
ഡി ലെനോയ് കോട്ട ഇതെങ്ങനെ ആയി എന്നും കൂടെ പറയേണ്ടി വരും. അത് പറയണമെങ്കിൽ കുളച്ചൽ യുദ്ധത്തിനെക്കുറിച്ച് പറയേണ്ടി വരും. 1741 തിരുവിതാംകൂർ സൈന്യം ഡച്ച് പടയെ തോൽപ്പിച്ച ഒരു കഥയുണ്ട്. ആ ഡച്ച് പടയെ തിരുവിതാംകൂർ സൈന്യത്തിന് വളരെ അന്ന് സഹായകമായത് അന്നത്തെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ്. മാർത്താണ്ഡവർമ്മ രാജാവ് മത്സ്യത്തൊഴിലാളികളുമായിട്ട് ആശയവിനിമയം നടത്തി. അവർ രാജാവിനോട് വളരെ അധികം ചേർന്ന് നിന്ന് നടത്തിയൊരു യുദ്ധമാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് അവിടെ അതിന് തൊട്ട് മുമ്പ് സിലോണിൽ നിന്നുള്ള ഡച്ച് പട ഈ കടലിൽ വന്ന് നിലയുറപ്പിക്കുകയും അവിടെ ഉള്ള കുളച്ചലിലും അതുപോലെ തന്നെ ഇരണിയൽ വരെ അവരെത്തുകയും ചെയ്തു. ചെറിയ ചെറിയ ഈ ഈ ക്യാമ്പുകൾ പോലെ അവരവിടെ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ കടന്ന് കയറി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു വലിയ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഈ ഡച്ചുകാരുമായിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് ഉള്ള സംഭാഷണങ്ങളിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുടെ യാതൊരു അവരുടെ നിയമങ്ങളും അവർ പറയുന്ന ഉടമ്പടികളിലും ഒപ്പുവയ്ക്കാൻ തയ്യാറല്ല എന്ന് പറയുകയും ഡച്ച് സൈന്യത്തോട് ഒരു തുറന്ന യുദ്ധവും പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് മാർത്താണ്ഡവർമ്മ. അങ്ങനെ ഡച്ച് പട സിലോണിൽ നിന്ന് വന്ന ഈ കുളച്ചലിലേക്ക് കടന്ന ഡച്ച് പട തിരുവിതാംകൂർ സൈന്യം അവിടുത്തെ ഈ നായർപ്പടയും ഈ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും എല്ലാം ചേർന്ന് ഒരു കൂട്ടമായി വരുന്നു എന്ന് കണ്ടപ്പോൾ, കൂടുതൽ സൈനിക നടപടികളിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ ഡച്ച് പട ഹോളണ്ടിൽ നിന്നും അവരുടെ കൂടുതൽ സൈന്യം ആവശ്യപ്പെടുകയും അങ്ങനെ 7ഓളം കപ്പലുകൾ, വലിയ കപ്പലുകൾ കടലിൻ്റെ പുറംകടലിൽ വന്ന് നിൽക്കുകയും ചെയ്തു. പക്ഷേ വളരെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ രാത്രി കാലത്ത് മുങ്ങിപ്പോയി അതിൽ പല കപ്പലുകളും അതിൽ അടിയിൽ നിന്ന് കുത്തി പിന്നെ ആ കപ്പലിനെ മുക്കുകയാണ് ചെയ്തത്. പല കപ്പലും അങ്ങനെ മുങ്ങിപ്പോയി. അപ്പോൾ കടലിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രവർത്തനവും കരയിൽ നാട്ടുകാരും തിരുവിതാംകൂർ സൈന്യവും കൂടെ നടത്തിയ ഒരു ആക്രമണത്തിൽ, അതിൽ നാട്ടുകാർ നടത്തിയ ഇതെന്ന് പറഞ്ഞാൽ സൈന്യത്തോടൊപ്പം ചെയ്തെന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ്. എന്ന് വെച്ചാൽ അന്ന് അത്ര പീരങ്കികളൊന്നും അവിടെ ഇല്ലായിരുന്നു. പക്ഷേ കാളവണ്ടി കൊണ്ട് ചരിച്ച് വെച്ച് അതിൽ പന കയറ്റി വെച്ചിട്ട് ദൂരെ നിന്ന് നോക്കുന്ന ആൾക്ക് പീരങ്കികൾ നിരത്തി വെച്ചിരിക്കുന്ന ഒരു തോന്നൽ വരെ ഉണ്ടാക്കി ആണ് നാട്ടുകാരെന്നൊരു വിസ്മയം തീർത്തത്. അങ്ങനെ തിരുവിതാംകൂർ സേനയും നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും എല്ലാം കൂടെ ചേർന്ന് ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. അതാണ് കുളച്ചൽ യുദ്ധം ഒരു അതിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്. അങ്ങനെ ആ യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുത്ത ഒരാളാണ് 24 ഡച്ച് നാവികരെ തടങ്കലിലാക്കി. അന്നത്തെ ഡച്ച് നാവിക കമാൻഡറായിരുന്ന യൂസ്റ്റേഷ്യസ് ഡി ലെനോയ് എന്ന് പറയുന്ന ആളെയും അദ്ദേഹത്തിനോടൊപ്പമുള്ള 24 പേരെയും തടങ്കലിലാക്കുകയും ഈ ഉദയഗിരി കോട്ട പുലിയൂർ കുറിച്ചിയിലുള്ള ഈ കോട്ടയിൽ കൊണ്ട് പ്രിസണേഴ്സ് ഓഫ് വാറായിട്ട് പാർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പക്ഷെ പിന്നീടാണ് ഡിലനോയ് തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ ഇവിടെ പാർപ്പിച്ചിരിക്കുന്ന നാവികർക്ക് മാർത്താണ്ഡവർമ്മ അവരുടെ മുന്നിൽ ഒരു ഉപാധി വെച്ചത്, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ഭാഗമാകാം. അങ്ങനെ അവരത് അംഗീകരിക്കുകയും അങ്ങനെ ഡിലനോയ് തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ഒരു ഭാഗമാകുകയും, പക്ഷേ തിരുവിതാംകൂർ സൈന്യത്തിനെ പിന്നെ ഒരുപാട് രീതിയിൽ യൂറോപ്യൻ വിദ്യകൾ കൊണ്ട് തിരുവിതാംകൂർ സൈന്യത്തിനെ നവീകരിക്കുകയും കൂടുതൽ ശക്തിയുള്ളതാക്കുകയും അതുപോലെ കോട്ടകളെല്ലാം ശക്തിപ്പെടുത്തുകയും എല്ലാം ചെയ്ത ഒരാളാണ് ഡി ലെനോയ്. അതാണ് ഡി ലെനോയ് കോട്ട എന്ന് എൻ്റെ കൂട്ടുകാരൻ അവിടുത്തെ നാട്ടുകാർ പറയുന്ന ഭാഷയിൽ പറഞ്ഞത്. അപ്പം ഈ കോട്ടയിൽ ഇപ്പം ഡി ലെനോയ് ഏകദേശം ഒരു നല്ലൊരു കാലയളവ് തിരുവിതാംകൂർ സൈന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ടിപ്പുവിനെ തോൽപ്പിക്കുന്ന തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ആ യുദ്ധത്തിലൊക്കെ ഡി ലെനോയ് ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. അത്ര വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അപ്പം ആ ഡി ലെനോയെ അദ്ദേഹം ഇവിടെയാണ് താമസിച്ചത്. ഉദയഗിരി കോട്ടയുടെ വടക്ക് ഭാഗത്ത് ഈ ഡി ലെനോയ് താമസിച്ച ചെറിയൊരു ബംഗ്ലാവുണ്ട്. അതിന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ആ അവിടെ വെച്ച് തന്നെയാണ് ഡി ലെനോയ് ചരമമടയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകൻ്റെയും ശവകുടീരങ്ങൾ ഇന്നും അവിടെ സ്മാരകങ്ങളായി
സൂക്ഷിച്ചിട്ടുണ്ട്. അത് വളരെ രസകരമാണ് കാണാൻ. അതിലേക്ക് കടക്കുമ്പോൾ ഇന്ന് കാട് പിടിച്ച വഴിയാണ്. അതിൽ കൂടെയൊക്കെ നടന്നു പോയി ഈ കോട്ടയുടെ ഒരു ചെറിയ ഇരുമ്പ് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്ത് കയറുമ്പോൾ ഈ കോട്ട കാണാം. ഈ കോട്ട കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ ഒരു ചരിത്രത്തിലേക്ക് കടന്നു കയറിയ ഒരു തോന്നലാണ്. അവിടുത്തെ നിർമ്മിതികളെല്ലാം വളരെ പഴയ നിർമ്മിതികളാണ്. മാത്രമല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം കല്ലിലും എല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്. തമിഴിലും ലാറ്റിനിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് ഈ ഡിലിനോയുടെ കാര്യവും ചരിത്രവും എല്ലാം. അപ്പം ഈ ഡിലിനോയ് തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ മാർത്താണ്ഡവർമ്മ ഉദയഗിരി കോട്ടയെ അപ്പോൾ ഒരു വലിയ സൈനിക താവളമാക്കി മാറ്റുകയും അവിടെ തടവുകാരെ പാർപ്പിക്കാനുള്ള ഒരു സൗകര്യം കൂടെ, ശരിക്കും പറഞ്ഞാൽ മാർത്താണ്ഡവർമ്മയെ തുടർന്ന് വന്ന രവിവർമ്മ രാജാവ്, അദ്ദേഹം അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായ ശങ്കരനാരായണ പിള്ളൈ, അദ്ദേഹത്തിൻ്റെ പേര് ശങ്കരനാരായണ പിള്ളൈ എന്നാണ് തോന്നുന്നു. ശങ്കരനാരായണ പിള്ളയെ മഹാരാജ രാമവർമ്മ, തിരുവിതാംകൂറിൻ്റെ മഹാരാജ രാമവർമ്മ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായ ശങ്കരനാരായണ പിള്ളയെ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഇവിടെ കൊണ്ട് തടവുകാരനായി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഈ പറഞ്ഞ ഡിലിനോയ് കോട്ട അല്ലെങ്കിൽ ഉദയഗിരി കോട്ട. അപ്പോൾ ഇതിനകത്ത് പോകുമ്പോൾ വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം, ഒരു വിദേശ രാജ്യം, യൂറോപ്പ് പോലത്തെ ഒരു രാജ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഈ കോട്ടയും അതിനകത്ത് ഇപ്പോൾ കാടും പടർപ്പുമായിട്ട് ഈ മിലിറ്ററി ഈ ബാരക്സ് ആയിരുന്ന സൈനികരും ഉദ്യോഗസ്ഥരുമൊക്കെ താമസിച്ചിരുന്ന മിലിറ്ററി ബാരക്കുകൾ ഇന്ന് കാട് പിടിച്ച് കിടക്കുകയാണ്. അതിനകത്ത് കയറാനൊന്നും പറ്റില്ല, പാമ്പും എല്ലാമായിട്ട് കിടക്കുകയാണ്. ഇതൊരു വിദേശ രാജ്യത്തായിരുന്നെങ്കിൽ ഇതൊരു ഭയങ്കര ഒരു ചരിത്ര സ്മാരകമാക്കി അവിടെയൊക്കെ നമ്മൾ പോയി സെൽഫിയുമൊക്കെ എടുത്ത് അവിടുത്തെ സൊവിനീറുമൊക്കെ വാങ്ങിച്ചിട്ട് വരും. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അതും കൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ മിലിറ്ററിക്കാർ താമസിച്ച സ്ഥലങ്ങൾ, അതുപോലെ മാർത്താണ്ഡവർമ്മ അന്ന് അതിനകത്ത് പടക്കോപ്പുകൾ ഉണ്ടാക്കാൻ ഉള്ളൊരു സൗകര്യം കൂടെ ഉണ്ടാക്കിയിരുന്നു. കുറേ കാലം മാർത്താണ്ഡവർമ്മയും തുടർന്ന് വന്ന രാജാക്കന്മാരും ഇത് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ പ്രധാനമായ ഒരു പടക്കോപ്പുകൾ ഉണ്ടാക്കാനൊരു സ്ഥലവും കൂടെ ആക്കി. ഇവിടെ തോക്കുകൾ, അതുപോലെ പീരങ്കിയിൽ ഉപയോഗിക്കുന്ന നമ്മൾ പറയില്ലേ ഗുണ്ട് എന്ന് പറയുന്നത് കാനൺ ബോൾ, അതൊക്കെ അവിടെ നിർമ്മിക്കുമായിരുന്നു. ഒരുപാട് കാലം തിരുവിതാംകൂർ സൈന്യത്തിന് ഇതുപോലത്തെ സാധനങ്ങൾ, യുദ്ധത്തിനാവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഡിലിനോയുടെ നേതൃത്വത്തിലും കൂടെയാണ് ഇതെല്ലാം നടന്നത്. അങ്ങനെ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിനൊരു പട്ടവും കൂടെ കൊടുത്തു, സീനിയർ അഡ്മിറൽ അല്ലെങ്കിൽ വലിയ കപ്പിത്താൻ, ഗ്രേറ്റ് ക്യാപ്റ്റൻ എന്നുള്ള ഒരു പദവിയും കൂടെ ഡിലിനോയ്ക്ക് കിട്ടി. അപ്പം ഇന്ന് തമിഴ്നാട് സർക്കാർ ഇത് ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്കായി അവിടെ കുറച്ച് മാനും അതുപോലത്തെ മൃഗങ്ങളെയൊക്കെ കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ട്. ചെറിയൊരു സൂ പോലെയും ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. പക്ഷേ ആ പോകുന്ന വഴികളൊക്കെ പലതും കാട് തന്നെയാണ്. അവിടെ ചെറിയൊരു 30 രൂപ ഒരു ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് കയറാൻ. ക്യാമറയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അതിന് പ്രത്യേകം ചാർജുണ്ട്. നടന്ന് ഇതെല്ലാം കാണാം. അതിലെ ആകർഷണങ്ങളാണ് പറഞ്ഞത്. കോട്ടമതിൽ നമുക്ക് ചുറ്റും ഇത് മൊത്തം ഏകദേശം 84 ഏക്കർ സ്ഥലത്തിലാണ് പടർന്നു കിടക്കുന്നത്. ഒരു കുന്നിൻ മുകളിലാണ്. അപ്പോൾ ഇത് ഈ മാർത്താണ്ഡം വഴിയോ അല്ലെങ്കിൽ കന്യാകുമാരിയിലേക്കോ പോകുന്ന യാത്രക്കാർ ഒരു അര ദിവസം മാറ്റിവെച്ച് നിങ്ങൾ ഈ ചരിത്രത്തിൻ്റെ ഈ ഒരു ചെറിയൊരു കഷ്ണം, തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെ കഷ്ണം നിങ്ങൾ കാണാതെ പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ താമരശ്ശേരി ചുരത്തിലെ ഈ ഒരു എപ്പിസോഡിൽ ശ്രമിച്ചത്. ഇതിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് MG യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്ന എൻ്റെ സുഹൃത്തായ, അവിടെ അടുത്ത് ഇരണിയൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഇരണിയൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ക്രിസ്റ്റഫറാണ്. അപ്പോൾ അദ്ദേഹത്തിനും കൂടെ ഞാൻ നന്ദി പറയുകയാണ്. താമരശ്ശേരി ചുരത്തിൽ തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു എൻ്റെ ഒരു യാത്രയിലെ കാര്യങ്ങളും കൂടെ ഞാൻ പറയുന്നതായിരിക്കും. നമസ്കാരം.